സുന്ദരിയായി നബീസ് അണിഞ്ഞൊരുക്കുകയാണ്, അല്ല അണിഞ്ഞൊരിഞ്ഞിരിക്കുകയാണ്. ഈദ് 30. ഈദ് 30 തന്നെ, അതിൽ മാറ്റമില്ല. നീല പൂയിലാരെങ്കിലാണോ ഇത് മുറുക്ക്? കണ്ണു തുറക്കുമ്പോളെ കഴിഞ്ഞത് വൈബ് ഇല്ല, ആർക്കും ഇല്ല. പല കാണിക്കുക എല്ലാവർക്കും. ഇനി ഞാൻ ചെയ്യുന്നില്ല, കാരണം ഈ അഭിപ്രായം കുറേ ആൾ പറഞ്ഞു എന്നോട്. ഇതൊക്കെ കമന്റ് വരാൻ തുടങ്ങി, എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി. ഉച്ചക്കുള്ള ബിരിയാണി കോപ്പിറൈറ്റ് വരും. അങ്ങനെ ഇതോടുകൂടി ഈ ബലി പെരുന്നാൾ ഇവിടെ അപ്പൊ തുടങ്ങാല്ലേ. രാവിലെ 8 മണി. ഹലോ ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. വലിയ പെരുന്നാളിൻ്റെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വലിയ പെരുന്നാളിൻ്റെ ദിവസം എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ വലിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ പള്ളി വന്നിത്ര. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് കാണാം, കണ്ടോളൂ. പിന്നെ നോമ്പിൻ്റെ പെരുന്നാൾക്കുള്ള ആ ഒരു വൈബ് വലിയ പെരുന്നാൾക്കില്ല. സോ വലിയ ഡ്രസ്സിങ്ങിലും വലിയ ഒരു വൈബ് ഇല്ല, ആർക്കും ഇല്ല. സോ അതുകൊണ്ട് ഡ്രസ്സിങ് സിമ്പിൾ. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഇന്ന് ഞാൻ എത്ര പേർക്ക് പോകുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം. ആദ്യം തന്നെ ഫായ്മാക്ക് മേക്കപ്പ് ഇടുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഇതെന്ത് സാധനം ഇട്ടത് കണ്ണുക്ക്? ലൈനറാണ് ഫായ്മാക്ക് ഇട്ടത്. ഓക്കെ, കണ്ണു തുറക്കുമ്പോളെ കഴിഞ്ഞത്. ഓണെങ്കിൽ അവളെ വെയിറ്റ് ആക്കുന്നതാ. ഹായ്, ഇത് മുറുക്ക് റെഡിയാകും മോനെ. ഗഫൂർ റെഡി ആവുകയാണ്. ഗഫൂറിന്റെ ഔട്ട്ഫിറ്റ് കാണാം. നീല പൂയിലാരെങ്കിലാണോ? നല്ല വാ വാട്ട പിസ്ത അണ്ടിയും മറ്റേ അല്ല അണ്ടിപ്പരിപ്പും മറ്റേ എന്തിന് കസ്കസ്. നിങ്ങൾ നാട്ടിൽ എന്ത് പറയും? കസ്കസ് എന്ന് പറഞ്ഞ എന്ത്? സിയാസീസ് അല്ല, സിയാസീഡ്സ് അല്ലേ? അങ്ങനെ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയറിലേക്ക്. ലാസ്റ്റ് 2-3 പ്രാവശ്യം ബോട്ടോക്സ് തന്നെ ചെയ്തത്. അതിന് മുമ്പ് ഒന്ന് ഞാൻ പ്ലാസ്റ്റ് ചെയ്തതിന്. പിന്നെ ബാക്കി ഞാൻ അങ്ങനെ കൂടുതലായിട്ടും എന്ത് ചെയ്യൽ തന്നെ ബോട്ടോക്സ് തന്നെ ചെയ്തത് ലാസ്റ്റ്. അപ്പോൾ പിന്നെ ഇനി ഞാൻ ചെയ്യുന്നില്ല, കാരണം ഈ മുടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ്. അതായത് കുറേ ആൾക്കാർക്ക് ഈ ഒരു ലോങ് ഹെയർ തന്നെ ഇഷ്ടം, ബാക്കി എല്ലാവർക്കും എൻ്റെ നോർമൽ കേളി ഹെയർ തന്നെ ഇഷ്ടം. എല്ലാവരും അഭിപ്രായം കുറേ ആൾ പറഞ്ഞു എന്നോട് ആ ഒരു ഹെയർ ആയിരുന്നു, നല്ല ഹെയർ ആയി, അതിനെ നീ കോളാക്കിയെന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ 1-2 വീഡിയോക്കെല്ലാം കമൻറ്റ് വരാൻ തുടങ്ങി. എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കി, ഇനി ഞാൻ മുടി വെച്ചിട്ട് ഒരു പരിപാടിയും ചെയ്യുന്നില്ല. നോർമൽ എൻ്റെ കേളി ഹെയർ മതി. അതാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. എന്താണ് പറയാനുള്ളത്? അതെ അന്തിമമായിരിക്കും. അപ്പോൾ ശരി, എന്തായാലും ഞാനിപ്പോൾ ചോറ് കൊടുക്കാൻ പോകുന്നുണ്ട്. പെരുന്നാൾക്ക് സാധാരണ എൻ്റെ ഡാഡി ഒരു കുക്കായതുകൊണ്ട് സ്ഥിരം 1-2 സ്ഥലത്തേക്കെല്ലാം ചോറ് കൊടുക്കലുണ്ട്. അപ്പോൾ അടുത്തേക്ക് ചോറ് കൊണ്ട് പോവുകയാണ്. അപ്പോൾ ചോറ് കൊടുത്തിട്ടായിട്ട് ബാക്കി ഉച്ചക്കുള്ള ബിരിയാണി കോപ്പിറൈറ്റ് വരും. അങ്ങനെ അത് ചോറ് കൊടുത്തിട്ടായിട്ട് നമ്മൾ നേരെ എൻ്റെ 1-2 ഫാമിലി പരിക്കും, 1-2 കുറച്ച് ഫാമിലിൻ്റെ പരിക്കും. പിന്നെ നേരെ എടുക്ക് ചങ്ങായിമാരൊക്കെ കറങ്ങാൻ പോകും. തൻ്റെ ഒരു ചങ്ങായി വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഒന്ന് വൈബാക്കാൻ നാട്ടിലേക്കെല്ലാം പോകും, ഒന്ന് സെറ്റാക്കും. ഹലോ ഗായ്സ്, ഈദ് 30 ചെല്ല്. ഈദ് മുബാർക്ക് ചെല്ല കഴിയുന്നില്ല, അറിയുന്നില്ല. ഈദ് 30 അല്ല ചെല്ലിയ, ഈദ് 30 ചെല്ല്, ഈദ് 30 ചെല്ല്. എന്നായിരിക്കും ഈദ് 30. അങ്ങനെ ഓസിൻ്റെ ഔട്ട്ഫിറ്റ് നോക്ക്, ഓസിൻ്റെ ഡ്രസ്സിങ് എങ്ങനെയുണ്ട് നോക്കി. ഓജിൻ്റെ കുപ്പായെല്ലാം കാണിക്കുക എല്ലാവർക്കും. എന്താ, ഇതാണ് ഓജിൻ്റെ ഡ്രസ്സ്. നല്ല പാങ്ങില്ലേ? ഓജിൽ ചുന്ദരനായിട്ടേ നോക്കിയാണ്ട നോക്കട്ടെ. ഷൂ ഇട്ടിട്ട് ഓജിൽ തിന്നറ കൈ മടിക്കുന്ന ഓജിലെ. ഇപ്പം തന്നെ ഇതിലെ ചേലായി കുഞ്ഞി. ആണ് ഓസിൻ്റെ ഔട്ട്ഫിറ്റ്. ഓസിലെ കാണിച്ചാൽ ഹായ് ആക്ക്, ഇങ്ങോട്ട് വാ. ഓസിൻ്റെ ഔട്ട്ഫിറ്റ് ചെല്ലുണ്ടാ ശരിക്കും ഓസിലിടോ. ഹായ് ആക്കി ഓസിലല്ല പറഞ്ഞെടുക്ക്. ഞാൻ ഓസിലു ഓരോരോ പരിക്ക് പോകുന്നു. നടക്കും ഓസില. ഷൂ എല്ലാം ഇട്ടിട്ട് വന്നിനെ. ബാ താത്തെ കമോൺ, പെരുന്നാക്ക് പോ. വേമ്പാ പായ് അതാ തട്ടണ തട്ടുന്ന എങ്ങനെ? പിന്നെ നീ ഷൂട്ടിട്ട് വന്നിന് പെരുന്നാക്ക്. അതന്നെ. ബാ
ഈ ഭാഗത്തുള്ള ഏകദേശം പൊരിക്കെല്ലാം പോയി. നമ്മൾ സ്ഥിരമായിട്ട് പെരുന്നാൾക്ക് പോകുന്ന പൊരിക്കെല്ലാം പോയി. ഇനി നമ്മൾ നേരെ പൊരിക്ക്. ഇനി കുറച്ച് ഫാമിലി ആയിട്ട് കറങ്ങാനായിട്ട്. അല്ലോ ചില ഇത് മുബാറക്കാക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ചെലുപ്പിക്കും. ഇത് 30 തന്നെ, അതിൽ മാറ്റമില്ല. സുന്ദരിയായി നബീസ് അണിഞ്ഞൊരിഞ്ഞിരിക്കുകയാണ്. ഉച്ചായി നബീസ് ആക്കിയപ്പോൾ ഹലോ. ഞാൻ ഓസിലും മാമാൻ്റെ വീട്ടിൽ പോവുകയാണ്. ഇവിടെ എല്ലാം കറങ്ങിയിട്ടായി. മാമൻ്റെ അടുത്ത് ആനഫി എല്ലാവരും ഉണ്ട്. ബൈ ബൈ. അടത്തിരിക്കണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ പേർക്ക് പോയി. കുറേ അടുത്ത് പല ടൈപ്പ് സർവത്തെല്ലാം കുടിച്ച് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു ഇളമാൻ്റെ അടുത്ത്. ഇനി ചങ്ങായിമാർക്ക് കുറച്ച് കറങ്ങാനല്ല ഒന്ന് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഇനി എവിടെങ്ങ് പോയിട്ട് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുക്കണം. പിന്നെ നേരെ അങ്ങോട്ട് പോകാം. യെസ്, പിള്ളേരൊക്കെ എല്ലാം എത്തിന് എല്ലാ പിള്ളേരും. അങ്ങനെ ഇതോടുകൂടി ഈ ബലി പെരുന്നാൾ ഇവിടെ പെരുന്നാൾ. ഓക്കെ ബൈ.